ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ സലഫികൾ എന്തുകൊണ്ട് സഹായിക്കുന്നില്ല എന്ന് ആരോപിക്കപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശം. ഫലസ്തീനികൾ സഹായിക്കപ്പെടേണ്ടതുണ്ട്. ഫലസ്തീൻ്റെ വിഷയത്തിൽ ശാശ്വതമായും കൃത്യവുമായിട്ടുള്ള പരിഹാരം പറഞ്ഞിട്ടുള്ളത് സലഫികളാണ്. അവരെ സഹായിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിലും സലഫികളാണ്. പക്ഷേ പലപ്പോഴും മീഡിയകളും അതേപോലെ തന്നെ പ്രചാരകരും ഒക്കെ ഇന്നത്തെ ഒരവസ്ഥ അതാണല്ലോ. സത്യം തമസ്കരിക്കപ്പെടുകയും അസത്യം നീണാൾ വാഴുകയും ചെയ്യുന്നൊരവസ്ഥ. ആ ഒരു ദുരന്തം എല്ലാ വിഷയത്തിലും എന്ന പോലെ ഇതിലുമുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, ആ രീതിയിലുള്ള സഹായം സലഫികളുടെ പക്ഷത്തു നിന്നുണ്ട്. പിന്നെ ഈ ഇഷ്യൂസുകൾ, അതേപോലെ തന്നെ ഈ തെരുവിലെ പ്രകടനങ്ങളും മുഷ്ടി ചുരുട്ടലുണ്ടല്ലോ, ആ വൃഥാവേല ഈ വിഷയത്തിലൊന്നും ഒരു ഫലവുമില്ല. പണ്ട് എളാപ്പാനടിച്ചൊരു കഥ ഉണ്ടല്ലോ. ആളുകൾ വന്നിട്ട് എളാപ്പാനെ തല്ലാണ്. അപ്പോൾ എളാപ്പാനെ കാക്കേണ്ട മക്കൾ പറയാണ് എടുത്തു നിന്നിട്ട്, ഇനി ഒന്നുകൂടി തച്ച് നോക്കിയാൽ, ഒന്നുകൂടി തച്ച് നോക്കിയാൽ. അപ്പം വീരവാദം വെക്കണതിൻ്റെ അനുസരിച്ച് അവിടെ അടി കൊടുക്കുക, അടി ഇട്ടിക്കൊണ്ടിരിക്കുക. മൂപ്പരാണ് ചണ്ട പോലെ കൊള്ളണത്. ഇവന് പറയണത് ഒന്നുകൂടി തച്ച് നോക്കി, ഒന്നുകൂടി തച്ച് നോക്കി. അവസാനം എളാപ്പ പറഞ്ഞതാണ്, ഇജ് തൊള്ള പൂട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ എളാപ്പാക്ക് അടി കുറയും. അതുപോലെയാണ് പലരും ഈ ഫലസ്തീൻ്റെ പേരിൽ ഈ മുതലക്കണ്ണീർ ഒഴിക്കുന്നതും ഈ ഗർജനവും നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അടി കുറയും. അള്ളാഹു കാക്കട്ടെ. അള്ളാഹുൽ മുസ്തആൻ.